എനിക്ക് മുമ്പോട്ട് പോകാനൊരു നിവർത്തിയില്ല. ഒന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തണം. യൂറിൻ ബ്ലഡ് കലർന്നിട്ടാണ് ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ടാബ്ലറ്റിന് നല്ല എമൗണ്ട് ആണ് വരുന്നത്. അമ്മ എന്ത് പറ്റിയതാണ് അച്ഛന്? ഇപ്പൊ എത്ര നാളായി അച്ഛന് വയ്യാതായിട്ട്? ക്യാൻസർ വന്നിട്ട് 2 വർഷമായി. അപ്പൊ അച്ഛന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്നോട്ട് പോകുന്ന എങ്ങനെയാ? അപ്പൊ മറ്റുള്ളവർ സഹായിച്ചു, മക്കളും കഴിവനുസരിച്ച് അവര് സഹായിക്കുന്നുണ്ട്. 2 പേരും മരുന്ന് വാങ്ങിക്കാനും നിവർത്തിയില്ല. മോന്റെ അടുത്ത് വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ. ഇത് ഞങ്ങൾ കഴിഞ്ഞ മാസം 7200 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ. ഇത് അവിടെ ഗുളികയൊന്നുമില്ല. ഇത് ക്യാൻസറിന്റെ ഗുളിക. ഇതിന് നല്ല പൈസ വരും. ഇതിന് ഭയങ്കര വിലയായിരുന്നു. ടാബ്ലറ്റിന് നല്ല എമൗണ്ട് ആണ് വരുന്നത്. ആകെപ്പാട് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു കുടുംബം പോകുന്നത്. കണ്ടോ, ഈ അച്ഛൻ്റെ യൂറിനാണിത്. അപ്പോൾ ഇങ്ങനെ യൂറിൻ ബ്ലഡ് കലർന്നിട്ടാണ് ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇപ്പോൾ വണ്ടാനത്ത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഈ അമ്മച്ചനെ കാണിക്കുന്നത് വണ്ടാനം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ അമ്മയൊക്കെ പോകുന്നത് അങ്ങോട്ട്? അപ്പം ഓട്ടോ ചാർജൊക്കെ ഇങ്ങനെ ദൈവം അങ്ങ് നടത്തുന്നു. ഓരോരുത്തർ സഹായിച്ച എനിക്ക് മുമ്പോട്ട് പോകാനൊരു നിവർത്തിയില്ല. ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഇനി പൈസ സഹായിക്കണം ദൈവമുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനും ഉള്ള കാര്യങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്കുള്ള ഒരേ വരുമാനം തൊഴിലുറപ്പാണ്. അതിന് പോലും എനിക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ മക്കള് 2 പെൺകുഞ്ഞുങ്ങൾ, അവര് സഹായിച്ച് അവരെ കഴിവനുസരിച്ചൊക്കെ സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വെട്ടിക്കോട് എന്ന സ്ഥലത്ത് ഭരണിക്കാവ് പഞ്ചായത്തിൽ 9ാം വാർഡിൽ ഉള്ള അച്ഛനാണിത്. അച്ഛൻ്റെ പേര് KM ചാക്കോ എന്നാണ്. അച്ഛനിപ്പോൾ 3 വർഷമായിട്ട് ക്യാൻസർ ബാധിച്ചിട്ട് ഇങ്ങനെ കിടപ്പാണ്. ആൾ ഫുൾ ടൈം ബെഡ് റെസ്റ്റിലാണ്. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ സഹായിക്കുക. ഈ അച്ഛനെ കഴിയാവുന്ന അത്ര ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ഈ അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം, ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം. അവരെ മാക്സിമം സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ അച്ഛനും അമ്മയും കഴിഞ്ഞു പോകുന്നത്. അപ്പം അച്ഛൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ ഭയങ്കര ദയനീയമാണ്. കാരണം ഈ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് ഈ കുടുംബം ഇങ്ങനെ കൊണ്ടുവന്നത്. ഈ 1 മാസത്തെ മരുന്ന് തന്നെ ഇവർക്ക് ഭയങ്കര ചിലവാണ് വരുന്നത്. അപ്പം ഗുളികയും മരുന്നൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കുടുംബത്തെ സഹായിക്കുക, പറ്റുന്നവർ സഹായിക്കുക. ഞാൻ അക്കൗണ്ട് നമ്പർ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം. അപ്പം